ഹലോ, അസ്സലാമലൈക്കും. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ വന്നറിയാം കൈപ്പക്ക എങ്ങനെ നമുക്ക് ചില എല്ലാ മോഡലും നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ നമ്മൾ കയ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് പൊരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മല്ലിപ്പുളക് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി മുളക് പൊടി ഇല്ലാതെ അങ്ങനത്തെ പൊരിക്കും ചെയ്താൽ എന്നാലും കയ്പുണ്ടാവില്ല. എങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനെന്താ കയ്പക്ക ഉണ്ട്, തക്കാളി ഉണ്ട്, വലിയ ഉള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്. അതെല്ലാം പാടെ കീറിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പപ്പടം ഉണ്ട്. നമുക്ക് എന്നിട്ട് ഇതൊന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ വീട്ടിൽ നാട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ചട്ടി അടുപ്പത്തെച്ചു. അതൊക്കെ എല്ലാം ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായ ശേഷം നമുക്ക് എന്താ ഇടുക? ഇല്ലാതിടല്ലേ. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഇങ്ങനെ കയ്പില്ലെങ്കിൽ എന്നോട് പറയണ്ടു, ഉണ്ടെങ്കിലും പറയണ്ടു. പിന്നെ ആദ്യം നമുക്കത് പപ്പടം ഒന്ന് വറുത്തെടുക്കട്ടെ. ചട്ടി ചൂടാക്കി നോക്കിയിട്ട് ആകെ ഒരു പപ്പടം ആദ്യം എന്നിട്ട് കയ്പക്ക ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കയ്പക്ക എന്ന് പറയുന്നത് പപ്പടം. ഇതെന്ത് പൊട്ടത്തില്ലേ? ഒപ്പത് പോയതല്ലേ. അങ്ങനെ ആ കോരിട്ട ശേഷം നമുക്ക് വലിയ ഉള്ളിട്ട് ഞാൻ കയ്പക്കൊക്കെ എങ്ങനെ പറയാൻ പല മോഡൽ ഉണ്ടാക്കുന്നുണ്ടോ. വലിയ ഉള്ളി ഇട്ട ശേഷം പച്ചമുളക് ഇട്ട് അതിന് ശേഷം തക്കാളി ഇട്ട് അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കയ്പക്ക ഇടാം. ഇതെന്തൊക്കെ വിശേഷങ്ങൾ? നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ? അവിടെ നല്ല തണുപ്പുണ്ടോ? പിന്നെ അത്യാവശ്യത്തിൽ ഉപ്പിടുക. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒക്കെ ഒന്ന് വാടിയ ശേഷം അത് നമ്മൾ നുറുക്കി വെച്ച കയ്പക്ക ചെറിയ കയ്പക്ക പഴുത്തിക്കണ്ടാ. അല്ലെങ്കിൽ ഇതെന്താ പോയി കയ്പക്ക പഴുത്ത് എന്തിനാ ഉപ്പേരിക്കുന്നത് ഇരുതും. അത് വെറുതെ കളയണ്ടേ, പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. അപ്പോൾ കയ്പക്ക ആക്കിയിട്ട് എന്നിട്ട് അത് ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എന്തൊക്കെ പ്രത്യേക വിശേഷങ്ങൾ എന്തൊക്കെ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ബട്ടൺ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്തെടുത്ത് കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ ആണെങ്കിലും അങ്ങനെ തന്നെ ആ ലൈക്ക് എന്ന് കണ്ടെടുത്ത ഒറ്റ കയ്യിൽ നിൽക്കൽ. അതിന് ശേഷം പിന്നെ ഈ മസാലയിൽ ഇടട്ടെ. അതിക്ക് മുളക് പൊടി ഇട്ടിട്ടാ. ഒക്കെ റെഡി ആയി വയ്ക്കുന്നത്. അതിന് ശേഷം നമുക്കൊരു എന്താ ഉണ്ടാക്കുക? കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. എന്തെന്നാലും അടി പിടിക്കണ്ട വെച്ചിട്ടോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വെള്ളം ഒന്നും ഒഴിച്ചെടുക്കണ്ട, അങ്ങനെയാലും മതി. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ലൈക്ക് എന്ന് കാണുമ്പോൾ ലൈക്ക് എന്ന് അടിച്ചെടുക്കുക. ഷെയർ എന്ന് കാണുമ്പോൾ ഷെയർ എന്ന് അടിച്ചെടുക്കുക. കമൻറ്റ് എന്ന് കാണുമ്പോൾ കമൻറ്റ് ചെയ്ത് ഇങ്ങനെ എല്ലാതും ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആരും മറക്കണ്ട, വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക. സ്ലിപ്പ് ചെയ്യാതെ കാണുക, മറക്കാതെ കാണുക. അതിന് ശേഷം പപ്പടമല്ലേ നമ്മൾ വറുത്തച്ച പപ്പടും അയക്കിടുക. എന്നാൽ പിന്നെ കയ്പൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. പിന്നെ നിങ്ങൾ തക്കാളി പിന്നെ നിങ്ങൾക്ക് തക്കാളി പുളി ഇല്ലെങ്കിൽ അങ്ങനെ മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അരച്ചാലും മതി. പുള്ളി നുള്ളു പാരയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടവർക്ക് പാര, അല്ലെങ്കിൽ നമ്മൾ തക്കാളി കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അതും റെഡിയായി. നോക്കാണേ സൂപ്പറല്ലേ, അടിപൊളിയാണ്.
ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളും പറയുക, കമൻറ്റിൽ എഴുതുക. നോക്കാണ് ആ കൂട്ടിയെ കഴിച്ചാണ്ടല്ലോ എത്ര ചോറ് കഴിച്ചാലും മാറിയില്ല. ഈ ചെറിയ കുട്ടികൾക്കൊന്നും ഈ കയ്പ്പൊക്കെ ഇഷ്ടമുണ്ടാവില്ലേ. എന്താ അടിപൊളി സൂപ്പറായിരുന്നു. ഞാൻ ശരിയാക്കാം. പിന്നെ ഞാൻ എന്തായിരുന്നല്ലോ, അതൊക്കെ ഒരു പാത്രത്തേക്ക് കൊഴിച്ച് വെച്ച് ഞങ്ങളേ ആ കയ്പ്പൊക്കെ കൂട്ടിയ ചോറ് കഴിക്കണേ. നിങ്ങളിങ്ങനെ ചെയ്യലുണ്ട്. നമ്മൾ ചട്ടി കഴുകി കളയുന്നതിന് നല്ലത് നമുക്ക് എന്താണെന്നറിയോ, ആ കയ്പ്പൊക്കെ ഇതിലെ കൂട്ടിയ ചോറ് കഴിച്ചിട്ടുണ്ടല്ലോ നല്ല അടിപൊളിയാക്കാറ്. ഞാനിങ്ങനെ ചിലപ്പോൾ കാട്ടുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമ്മൾ ചട്ടി കഴുകി കളയുമ്പോൾ അതാ പോവില്ലേ, അല്ല ചോറിട്ട് കഴിച്ചാണ്ടല്ലോ എന്ത് സൂപ്പറാക്കാരം. അതാ മീനുണ്ട്, അടിപൊളിയാണ്. ഇതാ അച്ചാറ്, എന്താണല്ലേ വായിലെ വെള്ളം വന്ന്, സൂപ്പറാണ്. പിന്നെന്താ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.